നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ എന്ന് പറയുന്നത് 2024-ലെയാണ്. 2024 എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 2024 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥിയായിട്ട് CPM-ൻ്റെ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് M സ്വരാജ്. അങ്ങനെ ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ നേതാക്കന്മാരും MLA-മാരും ഒക്കെ നിറഞ്ഞ് പ്രവർത്തിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം 4 മണിയാകുമ്പോൾ പ്രചരണം ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് UDF-ൻ്റെ പ്രചരണ കമ്മിറ്റി ഓഫീസിൽ, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് ഷഹനാസ് കയറി വരുന്നു. ആ ഷഹനാസ് കയറി വന്നിട്ട് അന്വേഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. ഏത് രാഹുൽ മാങ്കൂട്ടം? കോഴി, ഭൂലോക കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ചിട്ടാണ് ഷഹനാസ് വരുന്നത്. അത് എപ്പോഴാണ്? 2024-ലാണ്. ഷഹനാസിനെ ഹോട്ടൽ മുറിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം വിളിക്കുന്നത് രാഹുൽ കോഴിയാണെന്ന് ഷഹനാസിന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? 2020-ലാണ്. എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ കർഷക സമരം നടക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് 2024, 2020-ന് മുൻപല്ലാലോ, 2020 കഴിഞ്ഞിട്ടാണല്ലോ 2024. ആ 2024-ലാണ് ഷഹനാസ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഷഹനാസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടമില്ല. നേരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു ചായക്കടയുണ്ട്, അവിടെ ചെല്ലുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടമുണ്ട്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നു. ഈ പെടക്കോഴി പൂവൻകോഴിയെ വെല്ലുന്ന രീതിയിൽ അവിടെ നിന്ന് പെടക്കോഴി രാഹുൽ മാങ്കൂട്ടത്തുമായി സംഭാഷണം നടത്തുന്നു, കൊഞ്ചുന്നു, തമാശകൾ പറയുന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, നിൻ്റെ കയ്യിൽ തെളിവുണ്ടോ? എൻ്റെ കയ്യിൽ CCTV ദൃശ്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. അത് 2024-ലാണ്. ഇനി കുറച്ച് പിന്നിലേക്ക് പോകാം. എന്തിനാണ് പിന്നിലേക്ക് പോകുന്നത്? ഈ പൂവൻകോഴിയാണോ പെടക്കോഴിയാണോ കോഴിത്തരം കൂടുതൽ കാണിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പാരിസൺ. പൂവൻകോഴിയും പെടക്കോഴിയും കാണിച്ച കോഴിത്തരങ്ങളെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2012-ലേക്ക് പോകുന്നു. 2012 ഷഹനാസ് രാമനാട്ടുകരയിലെ യുണീക്ക് കോളേജിൽ +2-ന് വരുന്ന കാലം. യുണീക്ക് കോളേജിൽ +2-ന് വരുന്നു. ഈ +2-ന് ഷഹനാസ് യുണീക്ക് കോളേജിൽ വരുമ്പോൾ ഷഹനാസ് വിവാഹിതയാണ്. ഷഹനാസിന് ഒരു കുഞ്ഞുണ്ട്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഷഹനാസ് മേഴ്സി കോളേജിലേക്ക് ഡിഗ്രി പഠിക്കാൻ പോകുന്നു. അവിടെയും ഷഹനാസ് ഒരു കോളേജ് പ്രോഗ്രാമിൽ തൻ്റെ മകളും തൻ്റെ കുഞ്ഞുമായിട്ട് ഈ മേഴ്സി കോളേജിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ആ കുഞ്ഞിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്താത്തയുടെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെയൊന്നുമല്ല കോഴിത്തരമുള്ളത് യുണീക്ക് കോളേജിൽ, രാമനാട്ടുകര യുണീക്ക് കോളേജിൽ +2-ന് പഠിക്കുന്ന ഷഹനാസ് വിവാഹിതയായിരുന്നു. അതുപോലെ കുഞ്ഞുമുണ്ടായിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് മേഴ്സി കോളേജിലേക്ക് എത്തുന്ന ഷഹനാസിന്, മേഴ്സി കോളേജിൽ എന്ന് പറഞ്ഞാൽ വിവാഹിതയാണ്, കുഞ്ഞുണ്ട്. ആ ഷഹനാസ് മേഴ്സി കോളേജിൽ മറ്റൊരുത്തനുമായി പ്രണയത്തിലാവുന്നു. മേഴ്സി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്. അതേ ഷഹനാസ് മേഴ്സി കോളേജിൽ മറ്റൊരാളുമായി പ്രണയത്തിലാവുന്നു. അവിടെയാണ് ഞാൻ പറയുന്ന കോഴിത്തരം എന്ന് പറയുന്നത് വരുന്നത്. ഞാൻ പറയുന്ന കോഴിത്തരം ഇവിടെയാണ് നമുക്ക് വരുന്നത്. 2012-ലാണ് യുണീക്ക് കോളേജിൽ +2-ന് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മേഴ്സി കോളേജിൽ വരുന്നത്. അപ്പോൾ ഈ മേഴ്സി കോളേജിൽ വന്നപ്പോഴുള്ള കാര്യമാണ്, കോഴിത്തരമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പൂവൻകോഴിയാണോ പെടക്കോഴിയാണോ കോഴിത്തരം കൂടുതൽ കാണിച്ചത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പൂവൻകോഴിയാണോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഈ യുണീക്ക് കോളേജിൽ, രാമനാട്ടുകര യുണീക്ക് കോളേജിൽ +2-ന് പഠിക്കുമ്പോൾ സഹപാഠികൾക്കറിയില്ല ഷഹനാസ് വിവാഹിതയാണ്, കുഞ്ഞുണ്ട് എന്നുള്ളത്. അതുപോലെ മേഴ്സി കോളേജിലും പഠനത്തിന് വരുമ്പോൾ ഈ പറയുന്ന സഹപാഠികൾക്കറിയില്ല
ഈ ഷഹനാസ് വിവാഹിതയാണെന്നും കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഇത് എപ്പോഴാണ് പുറത്തറിയുന്നത്? കാമുകൻ ഒരവസരത്തിൽ കാമുകൻ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കാമുകൻ പതിയെ തടി തകച്ചിലാക്കി. ഇനി മേ ബി വരും കാലങ്ങളിൽ ഈ കാമുകനെതിരെയും മേ ബി 2000 മേഴ്സി കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നോട് കോഴിത്തരം കാണിച്ചു എന്നുള്ള പരാതികളോ ആരോപണങ്ങളോ ദുബൈയിൽ നിന്നോ ഷാർജയിൽ നിന്നോ വാർത്താ സമ്മേളനം നടത്തി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് കോഴി. പൂവൻകോഴിയെ വെല്ലുന്ന പെടക്കോഴി എന്ന് ഞാൻ പറയും ഇതിനെ. അപ്പോൾ ഇതൊരു കഥയാണ്. ഇനി അടുത്ത കഥ, ഇതിൻ്റെ ഭാഗം അടുത്തത് ഉടനെ തന്നെ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഗുരുവായൂരപ്പൻ കോളേജിൽ വെച്ചുകൊണ്ട് തനിക്ക് സിവിൽ സർവീസിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ് കോളേജ് അധികൃതരെയും അധ്യാപകരെയും ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരെയും പ്രിൻസിപ്പളിനെയും കബളിപ്പിച്ച് വലിയ ഒരു സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി ഫ്ലെക്സ് ബോർഡുകൾ കോളേജ് മുറ്റത്തും കോളേജ് കവാടത്തിലും ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെപ്പിച്ച് ഇങ്ങനെ ആനന്ദം കൊള്ളുന്ന സമയത്താണ് കോളേജ് പ്രിൻസിപ്പളിന് കാര്യം മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ കഥ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നലെ ഷഹനാസ് കോഴി 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 എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് കോഴി എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ മാറ്ററിലേക്ക് വരാം. 2020 ഡൽഹിയിൽ കർഷക സമരം നടക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഷഹനാസിനോട് ആദ്യമായിട്ട് കോഴിത്തരം കാണിക്കുന്നത്. ആ കോഴിയെ നിലക്ക് നിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതേ ഷഹനാസ് ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലമ്പൂർ വന്ന് കണ്ട് ആ കോഴിത്തരത്തിന് വളമിട്ട് കൊടുക്കുന്നു, തീറ്റയിട്ട് കൊടുക്കുന്നു പൂവൻകോഴിക്ക്. അതല്ലേ നമുക്കിതിന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദുബൈയിൽ മക്ബത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിക്ക്, മക്ബത്ത് എന്ന് പറയുന്നത് ഒലീവിൽ ജീവനക്കാരിയായ ഷഹനാസ് എങ്ങനെ മക്ബത്തിൻ്റെ മേധാവിയായി എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വിടാം. അതവിടെ നിൽക്കട്ടെ. അതിന് മുൻപുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഓരോന്ന് പടിപടിയായിട്ട് വരും. നിങ്ങളെല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ഓരോന്ന് പടിപടിയായിട്ട് പുറത്തേക്ക് വിടാം. അപ്പോൾ ഈ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തൻ്റെ പബ്ലിഷിംഗ് സ്ഥാപനത്തിൻ്റെ പരിപാടിക്ക് ദുബൈയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്നു. രാഹുൽ ഡൽഹിയിലേക്കാണ് വിളിച്ചതെങ്കിൽ ഷഹനാസ് വിളിക്കുന്നത് ദുബൈയിലേക്കാണ്. കോഴിയാണെന്നറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ദുബൈയിലേക്ക് വിളിച്ചത്? ഈ കോഴിത്തരം 2020 മനസ്സിലായി. ഞാൻ നിലക്ക് നിർത്തി എന്നല്ല പറഞ്ഞത്. നിലക്ക് നിർത്തിയ ആളെ പിന്നെ എന്തിനാണ് നിരന്തരമായി കണ്ടുമുട്ടുന്നു, ആശംസകൾ അറിയിക്കുന്നു, അതുപോലെ വിജയത്തിൽ ആഹ്ലാദം പങ്കുവെക്കുന്നു ഇല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ 2024 ഈ പറയുന്ന പാലക്കാട് നിന്ന് MLA ആയി വിജയിച്ച് കയറിയപ്പോൾ ആഹ്ലാദ നൃത്തം ചവിട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ ഷഹനാസ് ഉണ്ട്. ദുബൈയിലേക്ക് പരിപാടിക്ക് വിളിച്ച കൂട്ടത്തിൽ ഷഹനാസ് ഉണ്ട് അല്ലേ? കോഴിയാണെന്നറിയാം, ഞാൻ നിലക്ക് നിർത്തി എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ പിന്നെ എന്തിന് പരിപാടിക്ക് വിളിക്കണം? ആ കോഴിയുടെ വിജയത്തിൽ എന്തിന് ആഹ്ലാദ നൃത്തം ചവിട്ടണം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊന്നും എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ തെളിവുകളില്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പം ഷഹനാസ് പറയുന്നത് പരിപാടിക്ക് ക്ഷണിച്ചത് എനിക്ക് ഓർമ്മയില്ല, രാഹുലിന് അഭിനന്ദനം അറിയിച്ചത് ഓർമ്മയില്ല, രാഹുലിൻ്റെ വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ചത് എനിക്ക് ഓർമ്മയില്ല, ഒന്നുമെന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉള്ളതുകൊണ്ട് തെളിവുകളടക്കം നമ്മൾ കാണിക്കുന്നു. എന്നിട്ടും പറയുന്നു ഓർക്കുന്നില്ല. ചിലപ്പോൾ ഇനി ഷഹനാസ് പറയാനിരിക്കുന്നത് എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിട്ട് അവർ ചെയ്ത പരിപാടിയാണെന്ന് വേണമെങ്കിൽ ഷഹനാസിന് പറയാം. അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വിശ്വസിക്കും. മനസ്സിലായില്ലേ? ഷഹനാസ് അത് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. ഷഹനാസിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു, ആരോ ചെയ്തു കൂട്ടിയതാണ്. ഇനി വേണമെങ്കിൽ രാഹുൽ ഹാക്ക് ചെയ്തു എന്ന് കൂടി വേണമെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഞങ്ങൾ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോഴികളിൽ പൂവൻകോഴിയുണ്ട്, പെടക്കോഴിയുണ്ട്. പെടക്കോഴി മുട്ടയിടും, പൂവൻകോഴി കൂകും അല്ലേ? കൊക്കരക്കോ കൂ എന്ന് പറഞ്ഞിട്ട് വെളുപ്പാങ്കാലത്ത് നമ്മളെയൊക്കെ ഉണർത്തുന്ന ഒരു അലാറം സെറ്റ് ഇതുപോലെ അല്ലേ പൂവൻകോഴി കരയും. അപ്പോൾ മനുഷ്യരിലുണ്ട് ഇതുപോലെ. മനുഷ്യരിൽ ആണും പെണ്ണും ഉണ്ട്. പൂവൻകോഴി
പെടക്കോഴി കോഴികളിലുണ്ട്. അപ്പോൾ ഈ കോഴി ആരാണെന്നുള്ളത് നിങ്ങൾ പറയും. ഏതാണ് കോഴി? ഞാൻ പറഞ്ഞ കഥകളല്ല, ഞാൻ പറഞ്ഞ നടന്ന കാര്യങ്ങളാണ്. ഈ നടന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പറ, ഇതിലാരാണ്, ഏതാണ് കോഴി? പൂവനാണോ പെടയാണോ കൂടുതൽ? അങ്ങനെയുണ്ടല്ലോ. അപ്പം മനുഷ്യന്മാരെ കൂട്ടത്തിൽ തന്നെ ചില ആണുങ്ങൾക്ക്, ചില പുരുഷന്മാർക്ക് കൂടുതൽ ക്യാപ്പബിലിറ്റിയുള്ള ഊർജ്ജസ്വലരായ ആണുങ്ങളെ കാണും. ചില സ്ത്രീകൾ ഇതുപോലെ ആണുങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള സാമർഥ്യവും കഴിവും കാര്യപ്രാപ്തിയും ഒക്കെയുള്ള സ്ത്രീകളെയും നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിൽ പൂവൻ കോഴിക്കാണോ പെടക്കോഴിക്കാണോ കൂടുതൽ കാര്യക്ഷമതയുള്ളത്, കപ്പാസിറ്റി ഉള്ളത് എന്നുള്ളത്, സ്റ്റാമിനയുള്ളത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ പറ.